Hi dear students, once again welcome back to Regional Learning Channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വരുന്ന +2 പൊളിറ്റിക്കൽ സയൻസ് എക്സാമിന് 100% ചോദിക്കാൻ സാധ്യതയുള്ള എസ്സേകളാണ്. വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന എസ്സേകളാണ്. ഈ എസ്സേകൾ എന്ന് പറയുമ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്, അതുപോലെ തന്നെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് എസ്സേസ് എന്നുള്ളത് നോക്കാം. നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. What were the consequences of the declaration of emergency in 1975? 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് അനന്തര ഫലങ്ങൾ, അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കും. ഇതൊരു മിക്കവാറും 8 മാർക്കിനാണ് ചോദിക്കാൻ ചാൻസ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ചോദിക്കാം. അതായത് നമ്മൾ കുറച്ച് സൂചകങ്ങൾ തരും. അതായത് താഴെ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ദേശീയ അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ചുള്ള ഘടകങ്ങൾ വിവരിക്കുക. ഏതൊക്കെയാണ് ആ ഇൻഡിക്കേറ്റേഴ്സ്? 1 ഗുജറാത്തിലെയും ബീഹാറിലെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, 2 നീതിന്യായ വകുപ്പും ഗവൺമെൻറ്റും തമ്മിലുള്ള തർക്കങ്ങൾ, 3 സാമ്പത്തിക കാരണങ്ങൾ, 4 റെയിൽവേ സമരം, 5 നക്സലൈറ്റ് പ്രസ്ഥാനം. ഈ തന്നിരിക്കുന്ന എല്ലാ ഹിൻഡുകളുടെയും ബേസിൽ അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ചുള്ള ഘടകങ്ങൾ എന്തൊക്കെയെന്നുള്ളത് വിവരിക്കണം. അങ്ങനെയും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. ദെൻ മറ്റൊരു ഷുവർ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അനലൈസ് ദ റിസൾട്ട് ഓഫ് ലോക്സഭ ഇലക്ഷൻ 1977. 1977 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വിശകലനം ചെയ്യുക. ഇത് ചിലപ്പോൾ ഒരു 5 മാർക്കിനാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ദെൻ മറ്റൊരു 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള എസ്സേ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഫൈൻഡിങ്സ് ഓഫ് ഷാ കമ്മീഷൻ. ഷാ കമ്മീഷൻ്റെ കണ്ടെത്തലുകളെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. അതും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ പൊളിറ്റിക്കൽ ആൻഡ് എക്കോണമിക്കൽ കോൺസിക്വൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ. ആഗോളവൽക്കരണത്തിൻ്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായുള്ള അനന്തരഫലങ്ങൾ വിശദീകരിക്കുക. ഇതും ഒരു പക്ഷേ 5 മാർക്കിനായിരിക്കും ചോദിക്കുക. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ വേരിയസ് ഫോംസ് ഓഫ് അമേരിക്കൻ ഹെജ്മണി. അമേരിക്കൻ മേധാവിത്വത്തിൻ്റെ വിവിധ രൂപങ്ങൾ വിശദീകരിക്കുക. ഇതും ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം. ദ US ഹെജ്മണി ഇൻ ദ പോസ്റ്റ് കോൾഡ് വാർ ഇറ ഹാസ് 3 ഡയമെൻഷൻസ്, എക്സ്പ്ലെയിൻ ദം. അതായത് അമേരിക്കൻ ആധിപത്യത്തിന് പ്രധാനമായിട്ട് 3 തലങ്ങളുണ്ട്, അവയെക്കുറിച്ച് വിവരിക്കുക. അങ്ങനെയും ഈ ചോദ്യം ചോദിക്കാം. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് 8 മാർക്കിൻ്റെ. ഒരുപാട് വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ്. ട്രേസ് ദ കോൺസിക്വൻസസ് ആൻഡ് കോസസ് ഓഫ് ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് USSR. അല്ലാതെ ഇങ്ങനെ ചോദിക്കാം. ട്രേസ് ദ കോസ് ഓഫ് ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് ദ സോവിയറ്റ് യൂണിയൻ. എങ്ങനെയും ചോദിക്കാം. അപ്പോൾ പ്രധാനമായിട്ടും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിനുള്ള കാരണങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ അനന്തരഫലങ്ങൾ. ഇതപ്പോൾ കാരണങ്ങളും അനന്തരഫലങ്ങളും നിങ്ങൾ എഴുതി വെക്കണം. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ആൻഡ് കോൺസിക്വൻസ് ഓഫ് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യ വിഭജനത്തിൻ്റെ പ്രക്രിയകളും അതുപോലെ തന്നെ അതിൻ്റെ അനന്തരഫലങ്ങളും എഴുതാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ അതും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 8 മാർക്കിൻ്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ഡിസ്ക്രൈബ് വേരിയസ് ഇഷ്യൂസ് റിലേറ്റഡ് ടു റീജിയണൽ ആസ്പിറേഷൻ ഇൻ നോർത്ത് ഈസ്റ്റ് റീജിയൻ. അതായത് വടക്ക് കിഴക്കൻ മേഖലയിലെ പ്രാദേശിക അഭിലാഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങളുണ്ട്, അത് വിശദീകരിക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കും. ഒരു 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമിൻ ദ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലീഡ് ടു ദ സ്പ്ലിറ്റ് ഇൻ ദ കോൺഗ്രസ് ഇൻ 1967. അതായത് കോൺഗ്രസ് 1967 പിളർപ്പിനുണ്ടായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളും സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയെന്നുള്ളത് വിശദീകരിച്ച് എഴുതുക. ദെൻ മറ്റൊരു ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിന് തന്നെയാണ് ഇതും ചോദിക്കുക. ഇന്ത്യ ആഫ്റ്റർ 1989 വിറ്റ്നസ്ഡ് 5 ഡെവലപ്മെൻറ്റ് വിച്ച് ഹാസ് ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് ഓൺ അവർ പൊളിറ്റിക്സ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദം. അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന 5 സംഭവ വികാസങ്ങൾ 1989 ശേഷമുള്ള കാലഘട്ടത്തിൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്നുള്ളത് ചുരുക്കി വിവരിക്കുക. പിന്നെ മറ്റൊരു 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ന്യൂ സോഴ്സ് ഓഫ് ഗ്ലോബൽ സെക്യൂരിറ്റി ത്രെഡ്സ്. ആധുനിക വെല്ലുവിളികളുടെ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയും ചോദിക്കാം. അപ്പോൾ 5 മാർക്കിൻ്റെയും 8 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഏറെക്കുറെ വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ 8 മാർക്കിൻ്റെ എസ്സേകൾ നിങ്ങൾ പ്രധാനമായിട്ട് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒന്നാണ് നമ്മുടെ നാഷണൽ എമർജൻസി, ദേശീയ അടിയന്തരാവസ്ഥ. അത് എന്തായാലും ആ ഭാഗം ഫുള്ളായിട്ട് പഠിക്കണം. അതിനൊരു ചോദ്യം വരും. അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് റീജിയനായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ്, അതായത് വടക്ക് കിഴക്കൻ മേഖലയിലെ പ്രാദേശിക പ്രശ്നങ്ങൾ, അത് വിശദീകരിക്കാൻ വേണ്ടി ഒരു ചോദ്യം വരും. ദെൻ അതേപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിനുള്ള കാരണങ്ങൾ, അതും എന്തായാലും ഒരു 8 മാർക്കിന് ഈ ക്വസ്റ്റ്യനും വരും. പിന്നെ ഇന്ത്യ വിഭജനത്തിൻ്റെ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ കോൺസിക്വൻസസും, എക്സ്പ്ലെയിൻ ദ പ്രോസസ് ആൻഡ് കോൺസിക്വൻസ് ഓഫ് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, അതും ഒരു 8 മാർക്കിന് വരും. അപ്പോൾ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ചിലപ്പോൾ മറ്റു ക്വസ്റ്റ്യൻസും ചോദിക്കാം. എന്നിരുന്നാലും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ മറ്റു വീഡിയോകളായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബെസ്റ്റ് ഓഫ് ലക്ക്.